യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് നോർത്ത് ഈസ്റ്റിലേക്ക് പല സംസ്ഥാനങ്ങളാണ്. പൊളിറ്റിക്കലി നോക്കുമ്പോൾ ഒരു സീറ്റ് 2 സീറ്റൊക്കെ ഉള്ള സംസ്ഥാനങ്ങളാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവിട്ടത്. പിന്നീട് അദ്ദേഹം വന്നു, മുംബൈ വരെ അദ്ദേഹത്തിൻ്റെ യാത്രയുണ്ടായിരുന്നു. പക്ഷേ നോക്കുമ്പോൾ പൊളിറ്റിക്കലി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഒരു ഗുണവും ചെയ്യാത്തൊരു യാത്ര. രാഹുൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആരുമല്ല, സത്യത്തിൽ ഒരു കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം. പക്ഷേ എന്നാലും കംപ്ലീറ്റ് കോൺഗ്രസിന്റെ മെഷീനറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അദ്ദേഹത്തിന് പുറകെ പോവുക. ഇത് സത്യത്തിൽ ഒഴുക്കിനെതിരെ നീന്തുന്ന ഒരു സംവിധാനമാണ്. പക്ഷേ അത് എത്രത്തോളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനിയും മുന്നോട്ട് പോകാൻ പറ്റും? കാരണം മുഖ്യധാരയുടെ കാര്യങ്ങളുമായിട്ട് എത്രയോ ദൂരെ അല്ലെങ്കിൽ അകലെയാണ് ഇപ്പം കോൺഗ്രസ്. കാരണം ഇന്ത്യയിലെ യാഥാർത്ഥ്യം എന്താണെന്ന് കോൺഗ്രസിന് മനസ്സിലാവുന്നില്ല. പക്ഷേ രാഹുൽ ഗാന്ധിക്ക് ഹിന്ദി ഹൃദയഭൂമിയിൽ അല്ലെങ്കിൽ വെസ്റ്റിൽ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ എത്രത്തോളം പോപ്പുലാരിറ്റി ഉണ്ട് എന്നുള്ളതും കൂടെ അവർ അളക്കണ്ടേ. കാരണം കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഒരു പരിധി വരെ കർണാടക, തമിഴ്നാട്, ഇതിനപ്പുറത്ത് രാഹുലിന് എത്രത്തോളം പോപ്പുലാരിറ്റി ഉണ്ട്. കാരണം BJP പോലത്തെ ഒരു പാർട്ടിയെ മറിച്ചിടാൻ കെൽപ്പുള്ള രീതിയിലുള്ള ഒരു ഇമേജോ കരിസ്മയോ അദ്ദേഹത്തിനുണ്ടോ? അത് വീണ്ടും വീണ്ടും ഇങ്ങനെ റിലീസ് ചെയ്യുന്ന ഒരു സിനിമ പോലെ, നമ്മൾ ചില ചർച്ചകളിലൊക്കെ കേൾക്കുന്ന പോലെ വീണ്ടും വീണ്ടും റിലീസ് ചെയ്യുന്ന ഒരു സിനിമ പോലെ ആയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി.